പാക് അധീന കാശ്മീരിന്റെ നിയന്ത്രണം പിടിച്ച് വിമത പ്രക്ഷോഭകാരികൾ. പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിച്ചു. പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനും പാക് അധീന കാശ്മീരിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. POKയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെയും പോലീസിനെയും തെരുവുകളിൽ തുരത്തി ഓടിക്കുകയും സൈന്യത്തെ ബന്ദിയാക്കുകയും ചെയ്തിരിക്കുന്നു. പാക് അധീന കാശ്മീരിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ കലാപ സമാനമായ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെയും തുടങ്ങിവെച്ച പ്രക്ഷോഭം ആളിക്കത്തി പാക് അധീന കാശ്മീരിൽ ഒരു കലാപമായി മാറിയിരിക്കുന്നു. ഒടുവിൽ ഇന്ത്യ ആഗ്രഹിച്ചത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. പാക് അധീന കാശ്മീരിന്റെ നിയന്ത്രണം പാകിസ്ഥാൻ ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് അമേരിക്കയിൽ ഉല്ലാസ യാത്ര നടത്തുമ്പോൾ ഇങ്ങകലെ പാകിസ്ഥാൻ പിളരുകയാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമായി പല രാജ്യങ്ങളായി പിളരുകയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നെടുകയും കുറുകയും പിളർത്തുകയാണ് അവിടെയുള്ള ആഭ്യന്തര സംഘർഷം. ഇനി പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ല. പാകിസ്ഥാൻ എന്ന രാജ്യം എന്നേക്കുമായി മൺമറഞ്ഞു പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. പാക് അധീന കാശ്മീരിൽ ഈ സംഘർഷം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഭരണകൂടത്തിനെതിരെ ഷഹബാസ് ഷെരീഫിനെതിരെയാണ് ഈ സമരം ആരംഭിച്ചത്. ഈ സാധാരണക്കാരായ ജനങ്ങളെ, പാക് അധീന കാശ്മീരിലുള്ള ജനങ്ങളെ 2ാം തരം പൗരന്മാരായി കാണുകയും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നതിനെതിരെയായിരുന്നു സാധാരണക്കാർ തുടങ്ങിവെച്ച ഈ സമരം ആരംഭിച്ചത്. അവാമി ആക്ഷൻ കൗൺസിലാണ് സമരത്തിന് തുടക്കമിട്ടത്. അതുപോലെ മറ്റു ചില നിർദ്ദേശങ്ങൾ, 24 ഇന നിർദ്ദേശങ്ങൾ ഈ അവാമി ലീഗ് സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. അതായത് പാക് അധീന കാശ്മീർ വിട്ട് പാകിസ്ഥാന്റെ മറ്റ് മേഖലകളിലേക്ക് പോയവർക്ക് ഒരിക്കലും ഇവിടെ വോട്ടവകാശം ഉണ്ടാകരുത്. അവർക്ക് പാക് അധീന കാശ്മീരിലെ നിയമസഭയിൽ, അസംബ്ലിയിൽ അവർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഒഴിവാക്കണം. അവർക്ക് നിയമപരമായി ഇവിടെ മത്സരിക്കാൻ അധികാരം നൽകരുത് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ, ഏറ്റവും കാലിക പ്രസക്തമായ നിരവധി ആവശ്യങ്ങളാണ് ഈ പ്രക്ഷോഭകാരികൾ അവാമി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കുന്നതിനോ അവയെ ഒരു ചർച്ചയ്ക്കോ പോലും പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെ വൻതോതിലുള്ള പ്രക്ഷോഭമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതേസമയം ഈ പ്രക്ഷോഭത്തെ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് കായികമായി നേരിടാനാണ് പാകിസ്ഥാൻ സൈന്യം തീരുമാനിച്ചത്. പ്രദേശത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് നിർദ്ദേശം നൽകിയത് കായികമായി തെരുവിൽ ഈ ആക്രമണത്തെ നേരിടാനാണ്. പാക് സൈന്യം ഒളിച്ചു കടത്തിയ ആയുധങ്ങൾ ഇവർക്ക് നൽകുകയും സാധാരണക്കാരായ പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർക്കുന്നതിനും അവർക്ക് നേരെ ബോംബാക്രമണം നടത്തുന്നതിനും പാക് സൈന്യം നിർദ്ദേശിച്ചു. സ്വന്തം ജനതയ്ക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം തന്നെ ബോംബ് വർഷിക്കുന്ന കാഴ്ച ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ഈ സമരത്തിന് നേരെ വലിയ തോതിലുള്ള അക്രമമാണ് പാകിസ്ഥാൻ സൈന്യവും സൈന്യത്തിന്റെ പിന്തുണയുള്ള തീവ്രവാദികളും നടത്തിയത്. അങ്ങനെ തെരുവിൽ സാധാരണക്കാരെ വെടിവെച്ച് കൊന്നു. ഇന്നും 2 സാധാരണക്കാരായിട്ടുള്ള പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സമരം കലാപത്തിലേക്ക് വഴിമാറിയത്. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലെത്തി. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കമ്പും വടിയും കല്ലും എടുത്തുകൊണ്ട് അവർ സൈന്യത്തെ നേരിട്ടു. നിരവധി സൈനികരെയും പോലീസുകാരെയും ബന്ദിയാക്കി. നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ സൈന്യത്തെ പൂർണ്ണമായും ബഹവൽപൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ തുരത്തിയോടിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈന്യത്തിന് പൂർണ്ണമായ നിയന്ത്രണം POKയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് POKയിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രക്ഷോഭകാരികൾ POKയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനിടയിൽ തീവ്രവാദികൾ, തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഭാഗമായ ISIയുടെ പിന്തുണയോടുകൂടി കലാപത്തെ വഴിതിരിച്ചു വിടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലും അവാമി ആക്ഷൻ കൗൺസിൽ നടത്തുന്നുണ്ട്. അവാമി ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിക്കുകയാണ്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകുക, ഞങ്ങളുടെ ഈ ഭൂപ്രദേശത്തിന്റെ ഭരണം ഞങ്ങൾ തന്നെ നടത്തിക്കൊള്ളാം എന്നുള്ളതാണ് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നിലവിലെ നിലപാട്. അതായത് ഇത് മറ്റൊരു മാറ്റത്തിനുള്ള തുടക്കമാണ്. കാരണം കുറെ കാലങ്ങളായി പാക് അധീന കാശ്മീരിൽ ചില പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തെ അവിടുത്തെ ജനങ്ങൾ, പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൊടും പട്ടിണിയാണ് POKയിൽ എങ്ങുമുള്ളത്. അതുമാത്രവുമല്ല,
പാകിസ്ഥാൻ സർക്കാർ പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ പരിഗണിക്കുന്നില്ല, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു എന്നുള്ള ഒരു പരിഭവവും പരാതിയും നിരവധി കാലങ്ങളായി പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ജമ്മു കശ്മീർ, ഇന്ത്യയുടെ കീഴിലുള്ള ജമ്മു കശ്മീരിൽ എത്ര മനോഹരമായിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരോടൊപ്പം ചേർന്നാൽ മതി, ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കാണണം, അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം. ഇവിടെ തീവ്രവാദം ഉൽപ്പാദിപ്പിച്ച് തീവ്രവാദം കയറ്റുമതി ചെയ്ത് ജീവിക്കുന്ന പാകിസ്ഥാനുമായി ഞങ്ങൾക്ക് ബന്ധം വേണ്ട. ഇത് പറയുന്നത് POKയിലെ സാധാരണ ജനങ്ങളാണ്. എന്നാൽ അപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളെ, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ് പാകിസ്ഥാൻ സൈന്യം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സൈന്യത്തിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സംഘർഷം വഴിമാറിയിരിക്കുന്നു, സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു, സംഘർഷം വലിയ കലാപമായി മാറിയിരിക്കുന്നു. ഇനി പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്തായാലും ഈ ഒരു സാഹചര്യം ഇന്ത്യ ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോഴും പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നത് ഈ സംഘർഷത്തിനൊക്കെ പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗമായ റോ ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഈ സംഘർഷം നടത്തുന്നത്. താലിബാൻ സംഘർഷം നടത്തുന്നതും ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്ന സംഘർഷവും ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ്. എന്തായാലും ഇന്ത്യ പിന്തുണച്ചാലും ഇല്ലെങ്കിലും, ആ ആരോപണത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പാകിസ്ഥാൻ പൊട്ടി തകരുകയാണ്. പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുകയാണ്. പാകിസ്ഥാന്റെ പല മേഖലകൾ പല രാജ്യങ്ങളായി ഉടൻ പുറത്തു വരും, ഉടൻ പിളർന്നു മാറും. പുതിയ പുതിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ആഗ്രഹിച്ച പാക് അധീന കാശ്മീർ അധികം വൈകാതെ ഇന്ത്യയോടൊപ്പം ചേരുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ ഈ സംഘർഷം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഭരണകൂടത്തിനെതിരെ, ഷഹബാസ് ഷെരീഫിനെതിരെയാണ് ഈ സമരം ആരംഭിച്ചത്. ഈ സാധാരണക്കാരായ ജനങ്ങളെ, പാക് അധീന കാശ്മീരിലുള്ള ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നതിനെതിരെയായിരുന്നു സാധാരണക്കാർ തുടങ്ങിവെച്ച ഈ സമരം ആരംഭിച്ചത്. അവാമി ആക്ഷൻ കൗൺസിലാണ് സമരത്തിന് തുടക്കമിട്ടത്. അതുപോലെ മറ്റു ചില നിർദ്ദേശങ്ങൾ, 24 ഇന നിർദ്ദേശങ്ങൾ ഈ അവാമി ലീഗ് സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. അതായത് പാക് അധീന കാശ്മീർ വിട്ട് പാകിസ്ഥാന്റെ മറ്റ് മേഖലകളിലേക്ക് പോയവർക്ക് ഒരിക്കലും ഇവിടെ വോട്ടവകാശം ഉണ്ടാകരുത്. അവർക്ക് പാക് അധീന കാശ്മീരിലെ നിയമസഭയിൽ, അസംബ്ലിയിൽ അവർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഒഴിവാക്കണം. അവർക്ക് നിയമപരമായി ഇവിടെ മത്സരിക്കാൻ അധികാരം നൽകരുത് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ, ഏറ്റവും കാലിക പ്രസക്തമായ നിരവധി ആവശ്യങ്ങളാണ് ഈ പ്രക്ഷോഭകാരികൾ അവാമി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കുന്നതിനോ അവയൊരു ചർച്ചയ്ക്കോ പോലും പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെ വൻതോതിലുള്ള പ്രക്ഷോഭമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതേസമയം ഈ പ്രക്ഷോഭത്തെ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് കായികമായി നേരിടാനാണ് പാകിസ്ഥാൻ സൈന്യം തീരുമാനിച്ചത്.